ഈശ്വമിശികായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഇന്റർനെറ്റിന്റെ വിരൽത്തുമ്പ് പിടിച്ച് അതിശീഘ്രം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഭൂമിയിലെ വെച്ച് തന്നെ ഏറ്റവും സമ്പന്നമായ ഒരു തലമുറയാണ് ഇന്നത്തെ സമൂഹം. എന്നിട്ടും മനുഷ്യർ അസ്വസ്ഥനും അങ്ങേയറ്റം ദുഃഖിതരുമാണ്. ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിലും കുടുംബ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നൽകുന്ന മാതൃക എന്ന വിഷയത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ മാത്രമല്ല, മറിച്ച് ജനനം മുതൽ മരണം വരെ ആത്മാവിനെ ശരീരത്തിനെ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. കന്യകാത്വവും മാതൃത്വവും ഒന്നിച്ച് സമ്മേളിച്ചിരിക്കുന്ന ഒരു അത്ഭുത സൃഷ്ടിയായിരുന്നു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെത്. മനുഷ്യകുലം മുഴുവൻ പോറ്റി വളർത്തുവാനുള്ള വക അമ്മയ്ക്കുണ്ടെന്ന് അറിഞ്ഞിട്ടാണല്ലോ അന്ത്യനേരത്ത് ഈശോ അമ്മയെ നമുക്ക് നൽകിയത്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തിരുസഭ എന്ന ഡിക്രിയിൽ ഇപ്രകാരമാണ് മറിയത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്: സഭയുടെയും കുടുംബത്തിന്റെയും അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. ഇന്ന് ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമൂഹമാണ് കുടുംബം. അടിസ്ഥാന മൂല്യങ്ങളുടെ ഭയാനകമായ അധപതനമാണ് ഇതിന് കാരണം. സ്നേഹം, കാരുണ്യം, വിശ്വസ്തത, സത്യസന്ധത തുടങ്ങിയ മൂല്യങ്ങൾ കടപൊഴുകി വീഴുന്ന ഈ സാഹചര്യത്തിൽ കുടുംബങ്ങൾക്ക് പിടിച്ചു നിൽക്കുക അത്ര എളുപ്പമല്ല. സ്നേഹമുള്ളവരെ, കുടുംബം ഊഷ്മളമായ മനുഷ്യബന്ധങ്ങളുടെ ഒരു ഇത്തിൽ കണിയാണ്. സ്നേഹം കൊണ്ട് ഹൃദയത്തെ കീഴടക്കി, കർമ്മം കൊണ്ട് ജീവിതത്തെ ശോഭാഭരിതമാക്കി, മൂല്യങ്ങൾ കൊണ്ട് ജീവിതത്തെ തേജസ്സുള്ളതാക്കി അനശ്വരയുടെ അടയാളങ്ങൾ പതിപ്പിച്ച വ്യക്തിത്വങ്ങളാണ് കുടുംബത്തിന്റെ മുതൽക്കൂട്ട്. ആധുനിക മനുഷ്യൻ സ്നേഹരാഹിത്യത്തിന്റെ ഈറ്റില്ലത്തിലേക്കാണ് പിറന്നു വീഴുന്നത്. സ്വാർത്ഥതയുടെ ഞെരിപ്പോളിൽ കത്തി അമരുമ്പോൾ അവൻ യഥാർത്ഥ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുകയാണ്. വേദനിക്കുന്ന ഈ മനുഷ്യൻ മുമ്പിലേക്ക് സ്നേഹത്തിന്റെ തുടിക്കുന്ന മാതൃകകളായി കടന്നു ചെല്ലുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. തിന്മയുടെ കാർമിക പഠനങ്ങളിൽ ആക്രമിക്കപ്പെട്ട അടിമകളാകാതെ പാവനമായ കുടുംബജീവിതം ലോകസമക്ഷം തെളിയിച്ചു കാട്ടാൻ ദൈവികതയുടെ സ്പർശനവും പിതൃത്വത്തിന്റെ ഭാവവും മാതൃത്വത്തിന്റെ മൃദുലതയും ഒന്നിച്ച് സമ്മേളിക്കുന്നതാവട്ടെ നമ്മുടെ കുടുംബം. അതിനായി നസ്രത്തിലെ തിരുക്കുടുംബം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.